സർദാർ അബ്ദുൾ റഹ്മാൻ ബലോച്ച് എന്ന റഹ്മാൻ ഡക്കൈറ്റിൻ്റെ കഥ കേട്ടാൽ ഏതൊരു സിനിമയെയും വെല്ലുന്ന ത്രില്ലർ അനുഭവമായിരിക്കും നമുക്ക് ലഭിക്കുക. പാകിസ്ഥാനിലെ കറാച്ചി എന്ന മഹാനഗരത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും എന്നാൽ വികസനം എത്താത്തതുമായ ലിയാരി എന്ന പ്രദേശത്താണ് റഹ്മാന്റെ ജനനം. 1980 ഒരു ഇറാനിയൻ ബലോച്ച് വംശജനായ ഹാജി അബുദാത്ത് മുഹമ്മദിൻ്റെ മകനായിട്ടാണ് അവൻ ഭൂമിയിലേക്ക് വന്നത്. കുറ്റകൃത്യങ്ങൾ നിത്യസംഭവമായ ലിയാരിയിലെ തെരുവുകളിലായിരുന്നു ആ ബാല്യം വളർന്നത്. റഹ്മാന്റെ പാരമ്പര്യം തന്നെ അധോലോകവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അച്ഛൻ ദാദലും അമ്മാവൻ ഷേരുവും 1960 മുതൽ മയക്കുമരുന്ന് കച്ചവടത്തിൽ സജീവമായിരുന്നു. ലിവാരിയിലെ മയക്കുമരുന്ന് വിപണി അടക്കി ഭരിച്ചിരുന്ന കാലാനാക്ക് എന്ന ഗുണ്ടാ നേതാവിൻ്റെ പതനത്തിന് ശേഷമാണ് ഇവരുടെ കുടുംബം ആ മേഖലയിൽ ശക്തി പ്രാപിക്കുന്നത്. ഈയൊരു സാഹചര്യത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ നടുവിലായിരുന്നു റഹ്മാൻ തൻ്റെ ആദ്യ ചുവടുകൾ വെച്ചത്. വെറും 13 വയസ്സുള്ളപ്പോൾ തന്നെ ഒരു വ്യക്തിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചുകൊണ്ടാണ് റഹ്മാൻ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് കടന്നു വരുന്നത്. അക്കാലത്ത് ലിയാരി ഭരിച്ചിരുന്ന ഹാജി ലാലു എന്ന ഗുണ്ടാ നേതാവിൻ്റെ ഗ്യാങ്ങിലായിരുന്നു റഹ്മാൻ പ്രവർത്തിച്ചിരുന്നത്. മയക്കുമരുന്ന് കച്ചവടമായിരുന്നു പ്രധാന വിനോദമെങ്കിലും പതുക്കെ റഹ്മാൻ കൊട്ടേഷൻ സംഘങ്ങളിലേക്കും വഴിമാറി. തൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ റഹ്മാൻ കാണിച്ച ക്രൂരത അവനെ പെട്ടെന്ന് തന്നെ ലിയാരിയിലെ അറിയപ്പെടുന്ന പേരാക്കി മാറ്റി. റഹ്മാന്റെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ അധ്യായം സ്വന്തം അമ്മയുടെ കൊലപാതകമായിരുന്നു. 1995 സെപ്റ്റംബർ 18 വെറും 15-ാം വയസ്സിലാണ് റഹ്മാൻ തൻ്റെ മാതാവിനെ കൊലപ്പെടുത്തുന്നത്. ശത്രുപക്ഷത്തുള്ള ഇക്ബാൽ ബാബു ഡക്കൈറ്റ് എന്നയാൾ റഹ്മാന്റെ അമ്മയുമായി ബന്ധമുണ്ടെന്നും അയാളാണ് യഥാർത്ഥ പിതാവെന്നും പറഞ്ഞതിൽ പ്രകോപിതനായാണ് ഈ ക്രൂരത ചെയ്തതെന്ന് പറയപ്പെടുന്നു. മാതൃഹത്യയോടെ റഹ്മാൻ എന്ന ക്രിമിനലിന്റെ മനസ്സ് പൂർണ്ണമായും കല്ലായി മാറി. റഹ്മാന്റെ വളർച്ച ലിയാരിയിലെ മറ്റൊരു വലിയ ഗ്യാങ് വാറിന് തുടക്കം കുറിച്ചു. ഹാജി ലാലുവും ബാബു ഡക്കൈറ്റും തമ്മിലുള്ള കുടിപ്പകയിൽ റഹ്മാൻ ഒരു വലിയ പങ്ക് വഹിച്ചു. ബാബു ഡക്കൈറ്റിന്റെ 4 മക്കളാണ് ഈ ഗ്യാങ് വാറിൽ കൊല്ലപ്പെട്ടത്. 1996 പോലീസ് പിടിയിലായെങ്കിലും 1997 കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെ റഹ്മാൻ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. അതോടെ ലിവാരിയുടെ ഇരുണ്ട ലോകത്തെ കിരീടം വെക്കാത്ത രാജാവായി അവൻ മാറി. ഹാജി ലാലുവും മകൻ അർഷാദ് പപ്പുവും റഹ്മാന്റെ ശത്രുക്കളായി മാറിയതോടെ ലിയാരി ചോരക്കളമായി. തട്ടിക്കൊണ്ടുപോകൽ, കൊള്ള, ആയുധക്കടത്ത് എന്നിങ്ങനെ റഹ്മാന്റെ സാമ്രാജ്യം കറാച്ചിയുടെ മറ്റു ഭാഗങ്ങളായ മലീറിലേക്കും കൊരങ്കിയിലേക്കും വ്യാപിച്ചു. അർഷാദ് പപ്പുവിനെ പോലെയുള്ള എതിരാളികൾ റഹ്മാനെ തകർക്കാൻ ശ്രമിച്ചെങ്കിലും തൻ്റെ കൂർമ്മബുദ്ധിയും ക്രൂരതയും കൊണ്ട് അവൻ എല്ലാത്തിനെയും അതിജീവിച്ചു കൊണ്ടിരുന്നു. റഹ്മാന്റെ ക്രൂരതകൾക്ക് അതിരുകളില്ലായിരുന്നു. തൻ്റെ വാക്കിന് എതിര് നിൽക്കുന്നവരെയും കപ്പം കൊടുക്കാത്തവരെയും അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തുക എന്നതായിരുന്നു അവൻ്റെ രീതി. തൻ്റെ സുഹൃത്തായിരുന്ന ഫൈസ് മുഹമ്മദിനെ അർഷാദ് പപ്പു കൊന്നതോടെ ശത്രുത മൂർച്ഛിച്ചു. ലിയാരിയിലെ ഓരോ തെരുവും റഹ്മാന്റെ ചാരന്മാരാലും തോക്കുധാരികളാലും നിറഞ്ഞു. സാധാരണക്കാർ പോലും പേടിയോടെയാണ് ആ പേര് കേട്ടിരുന്നത്. കുറ്റകൃത്യങ്ങൾക്കൊപ്പം തന്നെ തൻ്റെ വ്യക്തിജീവിതവും റഹ്മാൻ കൊണ്ടുപോയിരുന്നു. 3 വിവാഹങ്ങൾ കഴിച്ച റഹ്മാന് 17ഓളം കുട്ടികളുണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. തൻ്റെ കുടുംബത്തെയും അനുയായികളെയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവൻ വളരെ ശ്രദ്ധാലുവായിരുന്നു. തൻ്റെ അധോലോക സാമ്രാജ്യത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഉസൈർ ബലോച്ചിനെ പോലെയുള്ള ബന്ധുക്കളെ അവൻ വളർത്തിക്കൊണ്ടുവന്നു. പിന്നീട് റഹ്മാൻ തൻ്റെ പ്രതിച്ഛായ മാറ്റാൻ ശ്രമിച്ചു. വെറുമൊരു കൊള്ളക്കാരനായി അറിയപ്പെടാൻ ആഗ്രഹിക്കാതെ സർദാർ അബ്ദുൾ റഹ്മാൻ ബലോച്ച് എന്ന പേരിൽ ഒരു രാഷ്ട്രീയ നേതാവായി അവൻ സ്വയം അവതരിപ്പിച്ചു. ലിയാരിയിലെ സമാധാനത്തിനായി പീപ്പിൾസ് അമൻ കമ്മിറ്റി രൂപീകരിച്ചു. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച റഹ്മാൻ പതുക്കെ രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി മാറി. ഈ അമൻ കമ്മിറ്റി ഒരു സമാധാന സംഘടനയാണെന്ന് അവകാശപ്പെട്ടെങ്കിലും യഥാർത്ഥത്തിൽ റഹ്മാന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കുള്ള സുരക്ഷാ കവചമായിരുന്നു അത്. ലിയാരിയിലെ സാധാരണക്കാർക്ക് സഹായങ്ങൾ നൽകിയും ദാനധർമ്മങ്ങൾ ചെയ്തും അവനൊരു റോബിൻഹുഡ് പരിവേഷം നേടിയെടുത്തു. പാവപ്പെട്ടവർക്കിടയിൽ പണം വാരി എറിഞ്ഞ റഹ്മാനെ അവർ ലിയാരിയുടെ രാജാവ് എന്ന് വിളിച്ചു. എങ്കിലും പോലീസിന്റെ കണ്ണിലെ വലിയൊരു ശത്രുവായി റഹ്മാൻ തുടർന്നു. സിന്ധ് ഗവൺമെന്റ് റഹ്മാന്റെ തലയ്ക്ക് 5 മില്യൺ ഇനാം പ്രഖ്യാപിച്ചു. 100-ലധികം കേസുകളിൽ പ്രതിയായിരുന്നു അവൻ. കൊലപാതകം മുതൽ മയക്കുമരുന്ന് കടത്തുവരെ നീളുന്ന ആ കുറ്റപത്രം ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. പലപ്പോഴും പോലീസിനെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും അവൻ ജയിൽ മോചിതനായി. 2008 ക്വറ്റയിൽ വെച്ച് നടന്ന റഹ്മാനെ പോലീസ് പിടികൂടിയെങ്കിലും വീണ്ടും
അതിസാഹചര്യമായി അവൻ രക്ഷപ്പെട്ടു. അത് പോലീസിന് വലിയ നാണക്കേടായി മാറി. റഹ്മാനെ പിടികൂടാനായി പ്രത്യേക ടാസ്ക് ഫോഴ്സുകൾ തന്നെ രൂപീകരിക്കപ്പെട്ടു. കറാച്ചി നഗരം അക്കാലത്ത് ലിയാരി ഗ്യാങ് വാറുകൾ കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു. അധോലോകത്തിൻ്റെ അന്ത്യം എപ്പോഴും ഭീകരമായിരിക്കുമെന്ന് റഹ്മാന്റെ കാര്യത്തിലും സത്യമായി. 2009 ആഗസ്റ്റ് 9 കറാച്ചിയിലെ സ്റ്റീൽ ടൗൺ എന്ന സ്ഥലത്ത് വെച്ച് പ്രശസ്തനായ പോലീസ് ഓഫീസർ ചൗധരി അസ്ലം ഖാനും സംഘവും റഹ്മാനെ വളഞ്ഞു. രാത്രിയിൽ നടന്ന അതിശക്തമായ വെടിവെപ്പിൽ റഹ്മാനും കൂട്ടാളികളായ അഖിൽ ബലോച്ച്, ഔറംഗസേബ് ബാബ, നസീർ ബാല എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റു. വെടിയേറ്റ റഹ്മാൻ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ മരണപ്പെട്ടു. ലിയാരിയുടെ രാജാവിൻ്റെ അന്ത്യം അങ്ങനെ ഒരു പോലീസ് എൻകൗണ്ടറിലൂടെ അവസാനിച്ചു. എന്നാൽ ഇത് ഒരു വ്യാജ എൻകൗണ്ടറാണെന്ന ആരോപണവുമായി റഹ്മാന്റെ അനുയായികൾ രംഗത്തെത്തി. റഹ്മാന്റെ മരണം ലിയാരിയിൽ വലിയ പ്രതിഷേധങ്ങൾക്കും ആക്രമണങ്ങൾക്കും വഴിവെച്ചു. റഹ്മാന്റെ ശവസംസ്കാര ചടങ്ങിൽ 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഒരു ക്രിമിനലിനേക്കാൾ ഉപരി തങ്ങളെ സംരക്ഷിച്ച നേതാവായാണ് അവർ അവനെ കണ്ടത്. റഹ്മാന്റെ മരണശേഷം ലിയാരി അമൻ കമ്മിറ്റിയുടെ ചുമതല ഉസൈർ ബലോച്ച് ഏറ്റെടുത്തു. റഹ്മാൻ തുടങ്ങിവെച്ച ക്രൂരമായ ഗ്യാങ് വാറുകൾ വർഷങ്ങളോളം ലിയാരിയിൽ തുടർന്നുകൊണ്ടിരുന്നു. ചൗധരി അസ്ലം എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ റഹ്മാനെ കൊലപ്പെടുത്തിയതിലൂടെ പാകിസ്ഥാനിലെ വലിയൊരു ക്രിമിനൽ അധ്യായത്തിനാണ് അന്ത്യമിട്ടത്. എങ്കിലും റഹ്മാൻ ഡക്കൈറ്റ് എന്ന പേര് ഇന്നും കറാച്ചിയിലെ തെരുവുകളിൽ ഭീതിയോടെയും ആരാധനയോടെയും ഓർമ്മിക്കപ്പെടുന്നു. പിന്നീട് ചൗധരി അസ്ലമും ഒരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നത് കാലത്തിൻ്റെ മറ്റൊരു വൈരുദ്ധ്യം. സ്വന്തം അമ്മയെ കൊന്ന ക്രൂരനായ മകനോ അതോ ലിയാരിയിലെ പാവങ്ങളുടെ റോബിൻഹുഡോ? റഹ്മാൻ ഡക്കൈറ്റ് ആരായിരുന്നു എന്നത് ഇന്നും തർക്കവിഷയമാണ്. എങ്കിലും ലിയാരിയുടെ ചരിത്രം റഹ്മാൻ ഡക്കൈറ്റ് എന്ന പേരില്ലാതെ പൂർണ്ണമാവില്ല. ചോരയും അധികാരവും രാഷ്ട്രീയവും കൂടിക്കുഴഞ്ഞതായിരുന്നു ആ ജീവിതം. സായുധ വിപ്ലവങ്ങളും ലഹരിക്കടത്തും രാഷ്ട്രീയ പവർ ഗെയിമുകളും നിറഞ്ഞ റഹ്മാന്റെ കഥ ഒരു താക്കീത് കൂടിയാണ്. ക്രിമിനൽ വഴികൾ തിരഞ്ഞെടുക്കുന്നവർക്ക് ലഭിക്കുന്ന പതനം എത്ര വലുതാണെന്ന് റഹ്മാന്റെ മരണം കാണിച്ചു തരുന്നു. ലിയാരി ഇന്ന് പതുക്കെ ശാന്തതയിലേക്ക് മടങ്ങുമ്പോഴും റഹ്മാന്റെ നിഴൽ അവിടെ എവിടെയോ ബാക്കിയുണ്ട്. റഹ്മാൻ ഡക്കൈറ്റ് എന്ന ലിയാരിയുടെ കറുത്ത അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഒരു ഗുണ്ടാ നേതാവിൽ നിന്ന് രാഷ്ട്രീയ നേതാവിലേക്കും ഒടുവിൽ ഒരു പോലീസ് വെടിയുണ്ടയിലേക്കും എത്തിയ ആ ജീവിതം പാകിസ്ഥാൻ അധോലോക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ്. ലിയാരിയിലെ തെരുവുകൾ ഇന്നും റഹ്മാൻ പാടിയ ആ അധികാരത്തിൻ്റെ ഗീതം മൂളി നടക്കുന്നുണ്ടാകാം.